പ്രിയമുള്ളവർ, നമുക്കുള്ള ചിന്ത എന്തായിരിക്കണം? നമ്മുടെ പിതാവ് നമ്മുടെ സകല കാര്യങ്ങളും അറിയുമ്പോൾ, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൂടെ സന്തോഷം എന്താണ്? എൻ്റെ ഇന്നത്തെ ആവശ്യം അവൻ അറിയുന്നു, കഴിഞ്ഞ കാലങ്ങളെ അറിയുന്നു, നാളത്തെ ആവശ്യം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടെ, എൻ്റെ പിതാവിനറിയാം. 5 വർഷത്തിന് ശേഷം എനിക്ക് എന്ത് വേണമെന്നുള്ള എൻ്റെ പിതാവിനറിയാം. 40 വർഷം ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ നടത്തിയവനാണ് എൻ്റെ പിതാവ്. അവൻ്റെ കുടുംബത്തിൽ ജനിക്കപ്പെട്ടവരല്ല, നിഴലായിട്ടുള്ളവരാണ്. അവരെ നടത്തിയെങ്കിൽ ഞാൻ അവൻ്റെ കുടുംബത്തിൽ ജനിക്കപ്പെട്ടുവെങ്കിൽ എന്നെ നടത്തുവാൻ അവന് കഴിയില്ലയോ? എന്നാൽ എൻ്റെ ചിന്ത എന്തായിരിക്കണം? എഫേസ്യ ലേഖനം 4:11 മുതൽ 16 വരെ ഒന്ന് വായിച്ചാൽ. എഫേസ്യ ലേഖനം 4:11 മുതൽ 16 വരെ. എഫേഷ്യൻസ് 4:11-16. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കും ആകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കൾ ആയിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ക്രിസ്തു എന്ന തലയോളം, അതിൻ്റെ 12-ാം വാക്യം വായിച്ചാൽ. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കും. അപ്പോൾ നമ്മുടെ ആഗ്രഹം, കർത്താവിൻ്റെ ദാസന്മാർ ജനങ്ങൾ കൊടുക്കേണ്ടത്, ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവ് പ്രാപിക്കണം. ഇനി അതിലെ 15-ാം വാക്യം. സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാൻ ഇടയാകും. ക്രിസ്തു എന്ന തലയോളം വളരണം. പ്രിയ സഹോദര സഹോദരി, ദൈവത്തിൻ്റെ ദാസന്മാരെ, കർത്താവ് അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും ഉപദേഷ്ടാക്കന്മാരെയും പാസ്റ്റർമാരെയും എല്ലാം ആക്കിയത് അവരെ അനുഗ്രഹിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ വിടാനും അവിടെ ഭൗതിക നന്മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുമല്ല. ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തെറ്റില്ല. ഭൗതിക നന്മകളല്ല, അവരെ ഓരോരുത്തരെയും ക്രിസ്തുവിൻ്റെ തലയോളം വളർത്തണം. ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ അളവ് പ്രാപിക്കണം. അതാണ് ശുശ്രൂഷകന്മാരുടെ ജോലി. ഓരോ വിശ്വാസിയെയും ക്രിസ്തു എന്ന തലയോളം വളർത്തണം. അതിനവരുടെ ആത്മാക്കൾക്ക് വേണ്ടി ഭാരപ്പെട്ടിരിക്കണം. എന്നെ ഏൽപ്പിച്ച ഈ സഹോദരൻ നിന്റെ തലയോളം വളരണമല്ലോ. അവൻ പിന്മാറിപ്പോകുന്നല്ലോ. ഞാൻ സഭാശുശ്രൂഷകനായി 10-15 വർഷത്തോളം തുടരെ സഭാശുശ്രൂഷകനായി തന്നെ ഇരുന്നു. പിന്നെ വെളിയിൽ പോയി പ്രസംഗിക്കാനും തുടങ്ങി, സഭാശുശ്രൂഷയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴും രണ്ടും ചെയ്യുന്നുണ്ട്. ഒരു വിശ്വാസി അല്പമെങ്കിലും വിശ്വാസത്തിൽ ക്ഷീണിതനായി കണ്ടാൽ കർത്താവിൻ്റെ ദാസൻ അതിന് ഭാരമുണ്ടാകണം. ഞങ്ങൾ ഉദംപൂരിൽ ഞാൻ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കുമ്പോൾ, ഇപ്പോൾ ഇപ്പോൾ പഞ്ചാബിലാണ്, അവിടുത്തെ സഭ വേറൊരു കർത്താവിൻ്റെ ദാസനെ ഏൽപ്പിച്ച് നടത്തുകയാണ്. മുസ്ലിം കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട തോപ്പി ശക്കീന എന്ന് പറഞ്ഞ ഭാര്യ ഭർത്താവ് രണ്ടുപേരും രക്ഷിക്കപ്പെട്ടു വന്നു. ആദ്യത്തെ 1 വർഷമൊക്കെ വളരെ നല്ല പോലെ നടന്നു. രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, അഭിഷേകമൊക്കെ പ്രാപിച്ചു. എന്നാൽ അത് അടുത്ത് കഴിഞ്ഞ് അവർ ചില മുസ്ലിം ഫ്രണ്ട്സിനോട് കൂടെ ചേർന്ന്
അവരുടെ ബന്ധുക്കളോട് ചെന്ന് അല്പം ക്ഷീണിതമായി. അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർ ആത്മാവിൽ ക്ഷീണിക്കുന്നതിന് വളരെ ഭാരമായി. അവർക്ക് വേണ്ടി കരഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു പ്രാവശ്യം ഞാൻ ഗഡി എന്ന് പറയുന്നത് ആരാധന ഞായറാഴ്ച രാവിലത്തെ ആരാധനയ്ക്ക് വന്നപ്പോൾ തോപ്പിയും സെക്കീനായും വന്നിട്ടില്ല. വളരെ സങ്കടമുണ്ടായി. കർത്താവ് ഇന്ന് അവർ രണ്ടും വന്നില്ലല്ലോ. അത് കഴിഞ്ഞ് 4 മണിക്ക് ഉദംപൂർ പട്ടണത്തിൽ യോഗം നടത്തണം. അതിന് ഞാൻ സ്കൂട്ടറിൽ പോവുകയാണ്. സ്കൂട്ടറിൽ പോകുമ്പോൾ ചോപ്ര ഷോപ്പ് കഴിഞ്ഞ് അവിടെ മിലിറ്ററി ഒരു കേന്ദ്രമുണ്ട്. അവിടെ വലിയൊരു സിനിമാ തിയേറ്ററുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ആ സിനിമാ തിയേറ്ററിൻ്റെ ക്യൂ ലൈനിൽ തോപ്പിയും ഭാര്യയും ക്യൂ ലൈനിൽ നിൽക്കുക ഉച്ചയ്ക്ക് 2:30-3 മണിക്ക്. അത് കണ്ടപ്പോഴേ എൻ്റെ ചങ്ക് പൊട്ടുന്ന പോലെ ആയി. ഞാൻ ഉടനെ തന്നെ സ്കൂട്ടർ തിരിച്ച് ചോപ്ര ഷോപ്പ് പറയുന്ന ആ സ്ഥലത്ത് വന്ന് സ്കൂട്ടർ അവിടെ ഇട്ടിട്ട് ഒരു കടയുടെ അടുക്ക് വെച്ചിട്ട് അവിടെ നിന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ കൊണ്ട് ഇറങ്ങി കയറി ഇടുക്കൊഴി കൂടെ അവിടെ വീട്ടിൽ ചെല്ലണം. അവിടെ വീട്ടിൽ ചെന്നപ്പോൾ വീടിങ്ങനെ ഒരു വീട് അതിൻ്റെ ഈ ചങ്ങലയിട്ട് മേളിൽ കൊളുത്തിടുന്ന അങ്ങനെ ഒരു രീതിയാണ് അവിടെ ഉള്ളത്. അവരുടെ ആ ലോക്കയിൽ പൂട്ടയിൽ പിടിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ട് നിന്ന്, കർത്താവേ, എന്നെ ഏൽപ്പിച്ചതായ തോപ്പിയും സെക്കീനായും ഫിലിം കാണാൻ അവിടെ പോയി നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഉദംപൂരിലെ ബൈബിൾ ക്ലാസ് കാണിച്ചത്? എന്നെ ഏൽപ്പിച്ച ആടുകൾ പിന്മാറിപ്പോയെങ്കിൽ ഞാൻ ഇനിയും പോയി പുതിയ ആളുകളെ കൊണ്ടുവന്നിട്ട് എന്താ പ്രയോജനം? ഏകദേശം 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം അവിടെ നിന്ന് കരഞ്ഞു. ഞാൻ കരയുമ്പോൾ തോപ്പിയും സെക്കീനായും സിനിമാ തിയേറ്ററിൽ നിന്ന് ഫിലിം കണ്ടുകൊണ്ടിരിക്കുക. അത് കഴിഞ്ഞ് നിന്ന് തളർന്നു. അവരുടെ വീടിൻ്റെ കുറച്ച് മാറി ഒരു പാറയുണ്ട്, കുറച്ച് കാടും ചുറ്റിക്കാടൊക്കെ ഉണ്ട്, കുറ്റിക്കാടുണ്ട്. അതുകൊണ്ട് അവിടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണുകയില്ല. അവിടെ പാറപ്പുറത്ത് പോയി ഇരുന്നു കുറച്ച് നേരം കിടന്നു. 3 മണിക്ക് ഞാൻ അവിടെ 3:45 ചെന്നതാ. 11 മണി, രാത്രി 11 മണി ആയപ്പോൾ അവർ വന്നു. അപ്പോൾ അവർ കഥകളെല്ലാം തുറന്നു, അവർ ആഹാരമെല്ലാം കഴിച്ചു. ഒടുവിൽ 12 മണിയായപ്പോഴത്തേക്ക് അവർ വീട് പൂട്ടി ഉറങ്ങാൻ തോന്നുകയാണെന്ന് എനിക്ക് മനസ്സിലായി. അവർ വീട് കുറ്റിയിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഇറങ്ങിച്ചെന്ന്. ഞാൻ ആ പാറപ്പുറത്തിരിക്കുന്നവർ കണ്ടില്ല, കാരണം കുറ്റിക്കാടുണ്ട്, രാത്രിയുമാണ്. ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ കഥക് തട്ടി. ഉടനെ അവർ കഥ തുറന്നു. ഉടനെ ചോദിച്ചു, എന്തിനാ പാസ്റ്റർ ഇപ്പം വന്നത്? ഞാൻ അതിന് മറുപടി പറയാതെ, നിങ്ങളെന്താ ഇത്ര താമസിച്ചത് കിടക്കാൻ? കാരണം അവർ രാവിലെ ജോലിക്ക് പോകും. ഞങ്ങൾ ബന്ധുക്കളുടെ വീട്ടിൽ പോയിരുന്നു, അവരുമായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് കുറച്ച് നേരം സമയം ഇരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്ര താമസിച്ച് പോയി എന്ന് പറഞ്ഞു. ഉടനെ ഞാൻ അകത്ത് കയറി, ഞാൻ ഇരിക്കട്ടെ അല്പം ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോകാം. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ കാര്യം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് യേശു അവനെ നോക്കിയപ്പോൾ അവൻ പൊട്ടിക്കരയുവാനിടയായി. ഞാൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ രണ്ടും കൂടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ സിനിമ കാണാൻ പോയതായിരുന്നു. സിനിമ കണ്ടിട്ട് മറ്റവരുടെ വീട്ടിൽ വന്നിന്ന് പാർട്ടിയായിരുന്നു. അവിടെ ആഹാരം കഴിച്ചിട്ട് ഇന്ന് വരികയായിരുന്നു. ഞങ്ങളുടെ ബന്ധുക്കളെല്ലാം കൂടെ വന്നു. അവരെല്ലാം മുസ്ലിങ്ങളാണ്. പൊട്ടിക്കരഞ്ഞിട്ട് കാല് പിടിച്ച് കരയുകയാണ്. ഞാൻ അന്നേരം അവരോട് പറഞ്ഞില്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഉദംപൂരിൽ പോവുകയായിരുന്നു ബൈബിൾ ക്ലാസ് എടുക്കാൻ. എന്നാൽ നിങ്ങൾ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എൻ്റെ ഹൃദയം തകർന്നു പോയി. ഞാൻ അന്നേരം മുതൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാതെ 3-3:15 മണി മുതൽ രാത്രി 11 വരെ അവർക്ക് വേണ്ടി നിന്നു. ഇന്നും അവർ ജീവനോടുണ്ട്. അവരിപ്പോഴും പറയും, ഞങ്ങൾ സിനിമ കാണാൻ പോയപ്പോൾ ഞങ്ങളുടെ പാസ്റ്റർ വന്ന് ആ താക്കോ അത് പിടിച്ച് കരയുകയായിരുന്നെന്ന് പറയും. ഞാൻ ഒരു സംഭവമേ പറഞ്ഞിട്ടുള്ളൂ, അങ്ങനെ എത്ര സംഭവമുണ്ട്. അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടി കരഞ്ഞധ്വാനിച്ചാണ് ഓരോരുത്തരെ ക്രിസ്തു എന്ന തലയോളം വളർത്തുന്നത്. അതാണ് പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് പ്രയോജനമായതൊന്നും മറച്ചു വയ്ക്കാതെ വീടുതോറും. പൗലോസ് പറയുന്നത് എന്താണ്? വീടുതോറും പരസ്യമായി കണ്ണുനീരോടുകൂടെ നിങ്ങളോട് സേവ ചെയ്തു. ആകയാൽ പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ ദാസന്മാരെ, എനിക്കും നിങ്ങൾക്കും തന്നിരിക്കുന്ന ജോലി, വേലക്കാരെ ഓരോരുത്തരെ ക്രിസ്തു എന്ന തലയോളം വളർത്തണം. അവിടെ ഭൗതിക നന്മകളെ നോക്കി പാരപ്പെടുകയല്ല,
ക്രിസ്തു എന്ന തലയോളം വളർത്തണം. പിന്നെ നമ്മുടെ കുടുംബത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? ഈ സ്വർഗീയ കുടുംബത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്താണ്? 1 യോഹന്നാൻ 4:8 വായിച്ചാട്ട്. നമ്മുടെ സ്വർഗീയ കുടുംബത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ്? 1 യോഹന്നാൻ 4:8 വായിച്ചാട്ട്. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ദൈവം സ്നേഹം തന്നെ. ദൈവം നമ്മുടെ പിതാവ് ആരാണ്? നമ്മുടെ കുടുംബത്തലവൻ എന്താണ്? സ്നേഹം തന്നെ. ഈ സ്നേഹമെന്ന് പറയുമ്പോൾ മലയാള വാക്കിലും ഇംഗ്ലീഷ് വാക്കിലും ലവ് എന്നേ ഉള്ളൂ. എന്നാൽ ഗ്രീക്കിൽ അതിൻ്റെ ശരിയായ ഭാഷയിൽ നോക്കുമ്പോൾ 3 വിധത്തിലുള്ള വാക്കാണ്. ഒന്ന് ഇറോസ് എന്ന് പറഞ്ഞാൽ സെക്ഷൽ ലവ്, യൗവനക്കാരികളും തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരുള്ള സെക്ഷൽ ലവ്. 2 ഫിലേയോ, സഹോദര സ്നേഹം, മാതാപിതാക്കൾ മക്കൾ എന്നുള്ളത്. 3 അഗാപ്പേ സ്നേഹം, ദൈവസ്നേഹം. ആ ദൈവസ്നേഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം ഇറോസ് സ്നേഹത്തിലാണെങ്കിലും ആണുങ്ങളും പെണ്ണുങ്ങളും അല്ലെങ്കിൽ യുവാക്കന്മാരും യുവതികളും അങ്ങോട്ട് നോക്കുമ്പോൾ ഇങ്ങോട്ട് തിരിച്ച് നോക്കിയേ ഒക്കുകയുള്ളൂ. അല്ലെങ്കിൽ എഴുത്തു കൊടുക്കുകയാണെങ്കിൽ പകൽ എഴുത്തു കൊടുക്കണം, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്നതിന് പ്രതിഫലമായിട്ട് കിട്ടണം. ഫിലയോ സ്നേഹത്തിലും മാതാപിതാക്കൾ മക്കളുമായിട്ടുള്ള സ്നേഹമുണ്ടെങ്കിലും ചിലപ്പോൾ മക്കൾ അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ലെങ്കിൽ പിതാവിന് മക്കളോട് വെറുപ്പാണ് ഉണ്ടാകുന്നത്. എന്നാൽ ദൈവസ്നേഹം എന്ന് പറയുന്ന അഗാപ്പേ സ്നേഹം എന്ന് പറഞ്ഞാൽ എത്ര എതിരായിട്ട് വന്നാലും അതിനെ ക്ഷമിച്ചുകൊണ്ട് സ്നേഹിക്കുക. എൻ്റെ ഭാര്യ ഇവിടെയുണ്ട്. ഞാൻ ഭാര്യ ഭർത്താവ് എന്നുള്ള സ്നേഹത്തിൽ ഞങ്ങൾ മുൻപോട്ട് പോയിരിക്കുമ്പോൾ എത്ര പ്രാവശ്യം ഞങ്ങൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ ക്രമേണ എൻ്റെ ഭാര്യയും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായി ഞങ്ങൾ ഒന്നിച്ച് മുമ്പോകുമ്പോൾ ഇപ്പോഴുള്ള സ്നേഹം, എൻ്റെ ഭാര്യ എന്ത് പറഞ്ഞാലും സ്നേഹിക്കണം. അല്പം പോലും അവൾ പറയുന്നതിനനുസരിച്ചല്ല സ്നേഹിക്കുന്നത്. ദൈവസ്നേഹം ഹൃദയത്തിൽ പകർന്നിരിക്കുന്നതിനാൽ സ്നേഹിക്കാതിരിക്കാൻ കഴിയുകയില്ല. ശത്രുക്കളെ കൂടെ സ്നേഹിക്കാൻ കഴിയുന്ന സ്നേഹം. അപ്പോൾ നമ്മുടെ കുടുംബത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സ്നേഹച്ചങ്ങലയാണ്. സ്വർഗീയ കുടുംബത്തെ തമ്മിൽ ആകർഷിച്ച് ബന്ധിപ്പിക്കുന്നത് എന്താണ്? സ്നേഹച്ചങ്ങല. അത് ആരംഭിക്കുന്ന എവിടെ നിന്നാണ്? നമ്മുടെ പിതാവിൽ നിന്ന്. പിതാവ് ആരാണ്? സ്നേഹം മാത്രമാണ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4:7 വായിച്ചാട്ട്. 1 യോഹന്നാൻ 4:7. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കാം. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. സ്നേഹിക്കുന്നവനെല്ലാം എവിടെ നിന്ന് ജനിച്ചിരിക്കുന്നു? ദൈവത്തിൽ നിന്ന്. ആ വചനമാകുന്ന വിത്ത് നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ വിത്ത് എന്താണ്? സ്നേഹമാണ്. ദൈവത്തിൽ നിന്ന് ധരിച്ചവരെല്ലാം സ്നേഹിക്കുന്നു. ആ സ്നേഹം എന്ന് പറയുന്നത് ശത്രുക്കളെ കൂടെ സ്നേഹിക്കുന്നതാണ്. നിങ്ങൾ ചിലർ കേട്ട് കാണും, 96-ൽ ഞാൻ 20 പേരിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ കുറച്ച് പേര് 10-12 പേര് എന്നെ സ്റ്റേജിൽ കയറി അടിച്ചു, ഒരുപാട് ഉപദ്രവിച്ചു. ഞാൻ മയങ്ങിയ നിലയിലായിരുന്നു. അതിനുശേഷം എനിക്കെതിരായിട്ട് കേസ് കൊടുത്തു. പോലീസ് സ്റ്റേഷനിലായി 6-7 ദിവസം അവിടെ കിടന്നു. അത് കഴിഞ്ഞ് പത്തനംതിട്ട സെൻട്രൽ ജയിലിൽ കൊണ്ടിട്ടു. കേസ് നടന്നുകൊണ്ടിരുന്നു. 2.5 വർഷം കേസ് നടന്നു. കേരളത്തിലുള്ളവരെല്ലാം പറഞ്ഞു AM ശ്യാമൽ ഇനി നമ്മുടെ സഭയിലല്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ഇതായി. അതൊന്നും വിവരിക്കാൻ നോക്കുന്നില്ല. ഞാൻ ജമ്മു കാശ്മീരിൽ നിന്ന് കേസിന് തിരുവല്ല കോടതിയിൽ വരണം. അപ്പോൾ എൻ്റെ കേസിൻ്റെ ചെറിയാച്ചൻ എന്ന് പറഞ്ഞൊരു വക്കീലായിരുന്നു. ഞാൻ പറഞ്ഞു, വക്കീലിനോട് ഒന്ന് വാദിക്കുന്നതെല്ലാം ഞാൻ ചെയ്തോളാം, ഈ കോടതിയുടെ കടലാസ് എപ്പോഴാണ് പോകുന്ന തീയതി അതൊക്കെ ചെറിയാച്ചൻ നോക്കിയാൽ മതി, വാദം. ഞാൻ അന്നേരം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുറഞ്ഞത് 7 വർഷം ജയിലിൽ കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ആകട്ടെ ദൈവീതമാണെങ്കിൽ. ഒടുവിൽ കോടതിയിൽ നിൽക്കുമ്പോൾ
2-3 പ്രാവശ്യം ജഡ്ജി എന്നോട് ചോദിച്ചു, നിന്നെ ഉപദ്രവിച്ചവരുടെ എന്താന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവരെൻ്റെ സഹോദരന്മാരാ, എനിക്ക് അവർക്കെതിരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല, അതുകൊണ്ട് ഞാൻ അവരുടെ പേര് പറയില്ലെന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം കൂടെ ചോദിച്ചു. അങ്ങനെ ഞാൻ പേര് പറഞ്ഞില്ല. 2.5 വർഷം കഴിഞ്ഞ് ഞാൻ അവിടെ ജമ്മു കാശ്മീരിൽ നിന്ന് വളരെ റിസർവേഷൻ ഒന്നുമില്ലാതെ വളരെ ക്ഷീണിച്ച് യാത്ര ചെയ്ത് അവിടെ ഒന്ന് കോടതിയുടെ പടിയിലിരിക്കുകയാണ്. 10 മണിക്ക് കോടതി തുറക്കും. ഞാൻ കുറച്ച് നേരത്തെ ഇരുന്നു. അപ്പോൾ 4 യുവാക്കന്മാർ വന്നിട്ട് ഉപദേശി എന്നാണ് വിളിച്ചത്. ഉപദേശി, കോടതിയിൽ നിന്ന് വന്നിരിക്കുകയാണല്ലോ. ആണെന്ന് പറഞ്ഞു. നിങ്ങളെ അടിച്ചത് ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവരെൻ്റെ സഹോദരന്മാരാ. ഉടനെ പറഞ്ഞു, എന്താ അടിച്ചവരുടെ പേര് പറയാത്തത്? അവരറിയാതെ അടിച്ചു, അവർക്ക് ഞാൻ പ്രസംഗിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അടിക്കാനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഉപദേശി, ഞങ്ങളാണ് നിങ്ങളെ അടിച്ചത്, ഞങ്ങളുടെ ലീഡേഴ്സ് നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ക്ഷീണിച്ച. ഇല്ല, ഇവിടെ അടുത്താണെന്ന്. ഉടനെ കൊണ്ടുപോയത് തിരുവല്ലയിലെ RSSകാരുടെ ഓഫീസിലാണ്. RSSകാരുടെ ഓഫീസിൽ ചെന്നപ്പോൾ അതിൻ്റെ പ്രസിഡൻറ്റ്, ശാഖയുടെ പ്രസിഡൻ്റായിരിക്കുന്ന പുള്ളിക്കാരൻ എഴുന്നേറ്റ് നിന്നു. എഴുന്നേറ്റിട്ട് പറഞ്ഞു, അദ്ദേഹമായിരുന്നു അവരുടെ വക്കീൽ. അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ അടിച്ചതിൻ്റെ ശേഷം ഞങ്ങളുടെ 3 പേര് വേറൊരു ഹോസ്പിറ്റലിൽ ബാൻഡേജ് കെട്ടി കിടന്നു. കാരണം നിങ്ങൾ കേസ് കൊടുത്താൽ നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിച്ചെന്ന് കാണിക്കാനായിട്ട് ഞങ്ങൾ ബാൻഡേജൊക്കെ കെട്ടിക്കിടന്നു. എന്നാൽ നിങ്ങൾ കേസൊന്നും കൊടുക്കാതിരുന്നതിനാൽ അവർ 2-3 ദിവസം കഴിഞ്ഞ് ഇറങ്ങിപ്പോന്നു. ആ വക്കീൽ ചോദിക്കുകയാണ്, ഇത്രയും നിങ്ങളെ ഉപദ്രവിച്ചിട്ടും ഞാനാണ് നിങ്ങളുടെ കേസ് നടത്തിക്കൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രാവശ്യവും നിങ്ങൾ പറഞ്ഞത് അവരെൻ്റെ സ്നേഹിതന്മാരെന്നാണ് പറഞ്ഞത് കോടതിയിൽ. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, യേശു ക്രിസ്തു സ്നേഹമാണെന്ന് പറഞ്ഞു. ഉടനെ RSSകാരൻ പറഞ്ഞ്, ഉപദേശി, നിങ്ങളൊരു ദൈവപുരുഷനാണെന്ന് ഞങ്ങൾ അറിയുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. RSSകാരെല്ലാവരും എഴുന്നേറ്റ് നിന്നു. RSS ഓഫീസിൽ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് അന്നത്തെ തീയതിയിൽ അവർ പറഞ്ഞു, അടുത്ത തീയതി ഞങ്ങൾ ഡൽഹിയിലുള്ള അഡ്വാണി മറ്റവരോടെല്ലാം ചോദിച്ച് ഞങ്ങൾ കാര്യം ചെയ്യാൻ പോകുകയാണെന്ന് പറഞ്ഞു. അറിയാമല്ലോ. ഞാനപ്പോൾ ചെറിയാച്ചനോട് പറഞ്ഞു, അന്ന് ഞങ്ങളെ ജഡ്ജ് അന്ന് ഡേറ്റ് മാറ്റിയിട്ടു, ഞങ്ങൾ ഹാജരാകാൻ അനുവദിച്ചില്ല. ജഡ്ജിന് വേറെ ഏതോ കാര്യമുണ്ടായിരുന്നതുകൊണ്ട് ഡേറ്റ് തന്നു. എനിക്കപ്പോൾ മനിലായിക്ക് പോകാൻ പെർമിഷൻ തന്നു. ഞാൻ ചെറിയാച്ചനോട് പറഞ്ഞു, ചെറിയാച്ച, അടുത്ത തീയതിക്ക് ഞാനിവിടെ കാണുകയില്ല, എനിക്ക് മനിലായി പോകാൻ പെർമിഷൻ കിട്ടിയിട്ടുണ്ട്, ഞാൻ അവിടെ ആയിരിക്കും, എന്നെ വിവരം അറിയിക്കണം. അപ്പോൾ ഞാൻ മനിലായിൽ നിന്ന് ഫോൺ ചെയ്തപ്പോൾ ചെറിയാച്ചൻ പറഞ്ഞു, യാക്കോബക്കാരന് ദൈവമുണ്ടെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നവനല്ല, എന്നാൽ ഇന്ന് കോടതിയിൽ നടന്ന കാര്യം എന്നെ ആകെ കുലുക്കിയെന്ന് പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞു, RSSകാരെല്ലാവരും കൂടെ പറഞ്ഞത് ആ ദൈവപുരുഷൻ്റെ നേരെ ഉള്ള കേസ് ഞങ്ങൾ പൂർണ്ണമായി പിൻവലിക്കുന്നു എന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞതാരാ? എന്നെ ഉപദ്രവിച്ച RSSകാർ. അതിലൊരാൾ ഇപ്പോൾ ഈ കോട്ടയത്ത് ഏതോ ബൈബിൾ ക്ലാസ്സിൽ പഠിച്ചു കഴിഞ്ഞ് കാണും. അദ്ദേഹം എനിക്കൊരു എഴുത്തെഴുതി ഒരു വർഷത്തിന് മുമ്പ്, 1-2 വർഷം മുമ്പ്. ഞാൻ ആദ്യമായി നിങ്ങളുടെ ചെവിക്കുറ്റിക്ക് അടിച്ച ആൾ ഞാനാണ്. സ്റ്റേജിൽ വന്ന് ഞാനിപ്പോൾ ദൈവവചനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മളെ തമ്മിൽ ബന്ധിക്കുന്നത് എന്താണ്? ദൈവസ്നേഹം. എന്നെ എത്ര പേര് ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ ജയിലിൽ, പത്തനംതിട്ട സെൻട്രൽ ജയിലിൽ നിന്ന് തന്നെ വിട്ടു. നെല്ലിമല അവിടെ ഞങ്ങളൊരു വീട്ടിൽ താമസിക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് 2 കോൺഗ്രസ്മെൻ വന്നു. കാരണം ഇത് അമേരിക്കൻ പത്രങ്ങളിലും ധാരാളം വന്നു. ഞാൻ അമേരിക്കയിലും പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്, പലർക്കും അറിയാം. അപ്പോൾ അന്നേരം അമേരിക്കൻ ഗവൺമെൻറ് 2 കോൺഗ്രസ്സുകാരെ, സെനറ്റേഴ്സിനെ 2 പേരെ അയച്ചു. അവർ ഡൽഹിയിൽ വന്നു. ഡൽഹിയിൽ നിന്ന് 18 CBI ഓഫീസേഴ്സും ആരൊക്കെ എല്ലാം എന്നറിയാലോ, മിനിസ്ട്രി ഓഫീസേഴ്സ് എല്ലാം കൂടെ 10-30 പേര് ഞങ്ങൾ കിടക്കുന്നിടത്ത് അവിടെ വന്നു. അപ്പോൾ ആ സെനറ്റേഴ്സ് എന്നോട് ചോദിക്കുകയാണ്, അപ്പോൾ ഇന്ത്യയിൽ വചനം പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യമില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇന്ത്യയിൽ വചനം പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്, അവർക്കടിക്കാനും സ്വാതന്ത്ര്യമുണ്ടെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്?
എനിക്ക് പ്രസംഗിക്കാനും സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അടിക്കാൻ. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ അമേരിക്കയിൽ മയാമിയിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ 3 പ്രാവശ്യം എന്നെ അറസ്റ്റ് ചെയ്തതാണെന്ന് പറഞ്ഞു. അപ്പോൾ മയാമിയിൽ വെച്ച് എന്നെ ഞാൻ അവർ നഗ്നരായി കിടക്കുന്നവരോട് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, ഇവിടെ അല്ല പ്രസംഗിക്കേണ്ടത്, പള്ളിയിലാണ് പോയി പ്രസംഗിക്കേണ്ടത് പറഞ്ഞെന്നെ 3 പ്രാവശ്യം അറസ്റ്റ് ചെയ്തു അമേരിക്കയിൽ. അപ്പം അവരെന്നെ അവിടെ കൊണ്ട് ജയിലിൽ കൊണ്ട് അവിടെ ഇട്ടെന്നെ ചോദ്യം ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു അവിടെ അല്ല ജനങ്ങൾ രസിക്കേണ്ടടുത്തല്ല പ്രസംഗിക്കേണ്ടത് പള്ളിയിലാണ്. ഞാൻ പറഞ്ഞു, ആട്ടെ, ഞാൻ ലോകത്തോട് പറഞ്ഞോളാം, അമേരിക്കയിൽ പാപം ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട്, പ്രസംഗിക്കാൻ സ്വാതന്ത്ര്യം അമേരിക്കയിലും ഇല്ല എന്ന് പറയും. പിന്നെ അവർ വലിയ ഇതായിട്ടാണ് എന്നെ വിട്ടത്. ഞാൻ നിങ്ങളുടെ അമേരിക്കയിലും അങ്ങനെയാണെന്ന് പറഞ്ഞു. ഒടുവിൽ അവർ പോയി കഴിഞ്ഞിട്ട് ആ CBI ഓഫീസർ ചോദിച്ചു, നിങ്ങൾ ഇത്ര ദേശഭക്തനാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. ഞാൻ പറഞ്ഞത് ദേശഭക്തിയല്ല, യേശുവിൻ്റെ സ്നേഹമാണ്. അവരിൽ 5 പേര് രക്ഷിക്കപ്പെടുവാനിടയായി, മുട്ടുകുത്തി രക്ഷിക്കപ്പെടുവാനിടയായി. ഞാൻ എൻ്റെ മിടുക്കല്ല പറയുന്നത്, നമ്മുടെ കുടുംബം പണിയുന്നത് ഏതിന്മേലാണ്? സ്നേഹത്തിന്മേൽ. ആദിമകാലത്ത് വിശുദ്ധന്മാരെ നോക്കി അവരല്ലേ ഇവർ തമ്മിൽ എത്ര സ്നേഹിക്കുന്നു എന്നാണ് ആദ്യകാലങ്ങളിൽ ആദിമ നൂറ്റാണ്ടിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇന്ന് പറയുകയാണെങ്കിൽ ഇവർ തമ്മിൽ എത്ര വഴക്കുണ്ടാക്കുന്നതെന്നേ പറയത്തുള്ളൂ. സഭകൾ തമ്മിൽ വഴക്ക്, വീട് തമ്മിൽ വഴക്ക്, കൂട്ടായ്മ തമ്മിൽ. പ്രിയമുള്ളവരെ, നമുക്ക് കൂട്ടായ്മകൾ വേണം, സംഘടനകൾ വേണം, എന്നാൽ ഒരു ശരീരമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ബാല്യകാലത്ത് കുമ്മനാട് കൺവെൻഷന് പോകുമ്പോൾ, കുമ്മനാട് കൺവെൻഷൻ നടക്കുമ്പോൾ ചർച്ച് ഓഫ് ഗോഡിലെ പ്രധാനപ്പെട്ട പ്രാസംഗികന്മാരും അസംബ്ലിക്കുള്ള ചേട്ടാനുജന്മാരെ പോലെ ഒന്നിച്ചവിടെ ഇരിക്കുകയും ഒന്നിച്ച് ആരാധിക്കുകയും ചെയ്യുമായിരുന്നു. ഞാൻ കണ്ടതാണ്. ഞാൻ ആ സ്റ്റേജിൽ പല പ്രാവശ്യം പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ തമ്മിലുള്ള വൈരാഗ്യവും ബഹളവുമായി അങ്ങോട്ടും ഇങ്ങോട്ടും പിണക്കല്ലാതെ, അന്ന് ചേട്ടാനുജന്മാരിയ്ക്കുന്ന പോലെ അസംബ്ലീസ് ഓഫ് ഗോഡും ചർച്ച് ഓഫ് ഗോഡിലെയും എല്ലാ കർത്താവിൻ്റെ ദാസന്മാരും ആ മുൻനിരയിലിരുന്ന് ആ ദൈവ സ്നേഹത്തിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്നാൽ ഇന്ന് പണം വർദ്ധിച്ചു, ഓരോ പേരും വർദ്ധിച്ചു, സ്നേഹം കുറഞ്ഞു പോകുകയാണ്. ആകയാൽ പ്രിയമുള്ളവരെ, നാം ഓർക്കണം, നമ്മുടെ കുടുംബത്തിൽ തമ്മിൽ നമ്മളെ ബന്ധിക്കുന്നത് എന്താണ്? നമ്മുടെ പിതാവിൻ്റെ സ്നേഹം. അതിനാണ് എഫേസ്യർ 3:17-18 വായിച്ചാൽ. എഫേസ്യർ 3:17-18 വായിച്ചാൽ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം എന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം സ്നേഹത്തിലാണ്. നാം ഊന്നി നിൽക്കേണ്ടത്, വേരൂന്നേണ്ടത് സ്നേഹത്തിലാണ്. ഹല്ലേലൂയ. ആ സ്നേഹത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഓരോരുത്തരെ താങ്ങുന്നു, ഓരോരുത്തരെ കരുതുന്നു, ഓരോരുത്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏത് സംഘടനയായാലും പണ്ട് കാലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, IPC, ചർച്ച് ഓഫ് ഗോഡെന്നോ ഷാരോനോ എന്ന് കണ്ടാൽ മാർക്കറ്റിൽ വെച്ച് ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ്. പ്രൈസിലോടല്ല പറഞ്ഞ, 2 പേരും കൂടെ കണ്ടൊന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ചുംബനം ചെയ്തേ പോകത്തുള്ളൂ. കണ്ണുനീരും ഒഴുകും. എന്താണ്? സ്നേഹത്തിൻ്റെ ആകർഷണം. ഇന്ന് ഹായ് ബസ് തീർന്നു. ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണ്. ഹല്ലേലൂയ. ആ സ്നേഹം, ദൈവമക്കളെ, പരിശുദ്ധാത്മാവിൽ കൂടെ ആ സ്നേഹം പാലായിൽ മടങ്ങി വരട്ടെ. നിങ്ങൾ വേറെ സംഘടനകളായാലും, സംഘടന നമ്മൾക്ക് വേണം, എന്നാൽ ഒരപ്പൻ്റെ മക്കൾ, IPC ഓട്ടെ, ചർച്ച് ഓഫ് ഗോഡോ, ഷാരോനോ, മലങ്കര സഭയോ ഏതെങ്കിലും ആകട്ടെ, അത് ഭൗതികമായി എല്ലാവരും കൂടെ ഒന്നിച്ച് ആകാൻ സാധ്യമല്ല. വേറെ ആയിരിക്കുമ്പോൾ ഒരു ദൈവ പൈതൽ വേറൊരു പൈതലിനെ കാണുമ്പോൾ ആ ആകർഷണം, ആ സ്നേഹത്തിൻ്റെ ആകർഷണം, ഹല്ലേലൂയ. ആ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറയട്ടെ. എനിക്ക് കുറച്ചുകൂടെ ഉണ്ടെന്ന് എനിക്ക് എൻ്റെ ഹൃദയത്തിൽ കരയുവാൻ എനിക്ക് തോന്നുന്നതുകൊണ്ട് നമുക്ക് അല്പനേരം പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. എനിക്ക് അല്പനേരം ആ സ്നേഹത്തിൽ നിറഞ്ഞ് കരയണമെന്നാണ് തോന്നുന്നത്. എന്നോടുകൂടെ കരയുവാൻ നിങ്ങൾക്ക് പ്രേരണ തോന്നും, കരയുകയും ദൈവസ്നേഹം പാലായിൽ മടങ്ങി വരട്ടെ.
ദൈവമക്കൾ തമ്മിലുള്ള സ്നേഹം, കർത്താവിൻ്റെ ദാസന്മാർ തമ്മിലുള്ള സ്നേഹം. ഹല്ലേലൂയ. നാം സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനമുള്ളവരായി, നിങ്ങളുടെ സഹോദരൻ നിങ്ങൾക്കെതിരായി എന്തെങ്കിലും പറഞ്ഞാൽ സാരമില്ല, അവനേതോ ഭാരം കൊണ്ട് പറഞ്ഞു പോയതാണ്, ഞാൻ വീണ്ടും അവൻ്റെ അടുക്കൽ ചെന്ന് അവനോട് ക്ഷമ ചോദിച്ചോളാം. എൻ്റെ സഹോദര, നിന്നെ വേദനിപ്പിച്ചത് എന്താണ്? ഹല്ലേലൂയ. ആദിമകാലത്തെ സഭയിൽ അതായിരുന്നത് കൊണ്ടാണ് അവർ കൊണ്ടതെല്ലാം വിറ്റ് അപ്പോസ്തലന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അത് കൊടുത്തു, വീതിച്ചു കൊടുത്തു. പരിശുദ്ധാത്മാവിനാൽ ദൈവസ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ പിതാവിൻ്റെ സ്നേഹം, ഹല്ലേലൂയ, നമ്മുടെ കുടുംബനാഥൻ സ്നേഹം മാത്രമാണ്. നമ്മുടെ കുടുംബനാഥൻ സ്നേഹം മാത്രമാണ്. ഹല്ലേലൂയ. നമ്മുടെ കുടുംബനാഥൻ സ്നേഹം മാത്രമാണ്. സഹോദരന്മാർക്ക് ക്ഷീണതമുണ്ടായി, ബലഹീനതയുണ്ടായി, അതിന് എൻ്റെ സഹോദരൻ അങ്ങനെ പറഞ്ഞുപോയി, സാരമില്ല. എൻ്റെ സഹോദരി അങ്ങനെ പറഞ്ഞുപോയി, സാരമില്ല. ഞാൻ സ്നേഹത്താൽ അവരെ നേടും. ഹല്ലേലൂയ. കർത്താവ് പറയുന്നു, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുകയാണെങ്കിൽ ലോകം അറിയും നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന്. ഹല്ലേലൂയ. യോഹന്നാൻ 13:35 ഒന്ന് വായിച്ചാട്ടോ, 35 വായിച്ചാട്ടോ. എല്ലാവരും എടുക്കേണ്ട ആവശ്യമില്ല. യോഹന്നാൻ 13:35. ഹല്ലേലൂയ. യോഹന്നാൻ 13:35. നാളെ വീണ്ടും അതിനെക്കുറിച്ച് പഠിക്കാവുന്നതാണ്. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. ഹല്ലേലൂയ. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യന്മാരെന്ന് എല്ലാവരും അറിയും. നിങ്ങൾ അത്ഭുതം നടത്തിയാൽ എൻ്റെ ശിഷ്യന്മാരറിയുമെന്നല്ല, നിങ്ങൾ തമ്മിൽ സ്നേഹിക്കുന്നു എങ്കിൽ, നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ ശിഷ്യന്മാരെന്നെല്ലാവരും അറിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം മക്കളെ, നമ്മുടെ പിതാവിൻ്റെ സ്നേഹം നമ്മിൽ പകരട്ടെ. റോമാലേഖനം 5:5 പറയുന്നു, പരിശുദ്ധാത്മാവിനാൽ നൽകപ്പെട്ട സ്നേഹം. ഹല്ലേലൂയ. ഞാൻ എത്ര നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ സഹിച്ചിട്ടുണ്ട്. അതൊന്നും എൻ്റെ സ്നേഹത്തിന് തടസ്സമായില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ എത്ര നിന്ദയായി ആളുകൾ പറഞ്ഞിട്ടുണ്ട്, അതൊന്നും സ്നേഹത്തിന് കുറവ് വരുത്തിയില്ല. ഹല്ലേലൂയ. ആ ദൈവ സ്നേഹത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക് നമ്മുടെ മേൽ വരട്ടെ. ഹല്ലേലൂയ. സഹോദരന്മാർ തമ്മിൽ സ്നേഹിക്കുന്ന സ്നേഹം. ഹല്ലേലൂയ. സ്നേഹം എന്ന് പറയുന്നത് കൈ കൊടുത്ത് ചിരിക്കുന്നതല്ല, പകരുന്ന സ്നേഹം, പകരപ്പെടുന്ന സ്നേഹം, സഹോദരനെ താങ്ങുന്ന സ്നേഹം, സഹോദരൻ്റെ ബലഹീനതയെ താങ്ങുന്ന സ്നേഹം, സഹോദരൻ്റെ കുറവുകളെ താങ്ങുന്ന സ്നേഹം, സഹോദരൻ്റെ തെറ്റുകളെ താങ്ങുന്ന സ്നേഹം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ജനിച്ചവരുടെ ഒരടയാളമാണ് സ്നേഹിക്കുന്നു. ഞാൻ ആ സ്നേഹം അനുഭവിക്കുന്നത് കൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്.
ആ സ്നേഹം എത്ര മാധുരമേറിയതാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം തമ്മിൽ തമ്മിൽ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ ഒന്ന് പെരുകട്ടെ. സ്നേഹത്തിൽ വേരൂന്നി, സ്നേഹത്തിൽ അടിസ്ഥാനപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമാത്രേ, തൻ സ്നേഹമാധുര്യം മാത്രേ. ലോകസ്ഥാപനമോൻ ബെന്നെയും കണ്ടല്ലോ, ലോകസ്ഥാപനമോൻ ബെന്നെയും കണ്ടല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ, ലോകത്തിൽ വന്നു താൻ ജീവനെ തന്നല്ലോ. എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയാൽ, എത്രയോ ശ്രേഷ്ഠമാ സ്വർഗീയ വിളിയാൽ, എന്നെയും യോഗ്യനായി എന്നീയ സ്നേഹമേ, എന്നെയും യോഗ്യനായി എന്നീയ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമാത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമാത്രേ. കർത്താവാം കുഞ്ഞാറ്റേൻ കല്യാണ നാളത്, കർത്താവാം കുഞ്ഞാറ്റേൻ കല്യാണ നാളത്, കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ, കാന്തയായി തൻ മുൻപിൽ എന്നെയും നിർത്തുവാൻ. ഘോരമാടുകൾ ക്രൂരരാം യൂദരാൽ, ഘോരമാടുകൾ യൂദരാൽ കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ, കാരണമില്ലാതെ സഹിച്ച സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമാത്രേ, തൻ ചിന്താതീതമാത്രേ. സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ, സിയോനിലെനിക്കായി മൂലക്കല്ലാകുവാൻ, സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ, സിയോനിലെന്നെയും ചേർത്തു പണിയുവാൻ. സ്വർഗീയ താതനിൻ വേലയും തികച്ചു, സ്വർഗീയ താതനിൻ വേലയും തികച്ചു, സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ, സ്വർഗീയ ശില്പിയാം യേശുവിൻ സ്നേഹമേ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ,
തൻ സ്നേഹമാധുര്യം ചിന്താതീതമാത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമാത്രേ അത്ഭുത സ്നേഹമാം സ്വർഗീയ താതനിൽ സ്വൽപുത സ്നേഹമാം സ്വർഗീയ താതനിൽ സമ്പൂർണനാക്കിടും എന്നെയും തന്നെ പോൽ സമ്പൂർണനാക്കിടും എന്നെയും തന്നെ പോൽ ശത്രുവാമെന്നെയോ തൻ സ്വന്തമാക്കിയ ശത്രുവാമെന്നെയോ തൻ സ്വന്തമാക്കിയ സ്നേഹസ്വരൂപനീൻ നാതുല്യ സ്നേഹമേ സ്നേഹസ്വരൂപനീൻ അതുല്യ സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ യേശു സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമാത്രേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമാത്രേ വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ വിന്ദൂതർക്കും പാടാൻ അസാധ്യമേ അത് വിന്ദൂതർക്കും പാടാൻ അസാധ്യമേ അത് കാൽകരം തുളച്ച കാൽകരം തുളച്ച മന്നാതി മന്നനേ മാറാത്ത സ്നേഹമേ മന്നാതി മന്നനേ മാറാത്ത സ്നേഹമേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ യേശുവിൻ സ്നേഹത്താൽ എന്നുള്ള പൊങ്ങുന്നേ തൻ സ്നേഹമാധുര്യം ചിന്താതീതമാത്രേ തൻ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയിൽ അല്പനേരം എഴുന്നേറ്റ് നിൽക്കാം. ആ സ്നേഹത്താൽ നമ്മുടെ ഹൃദയം നിറഞ്ഞു കവിയട്ടെ. എഴുന്നേറ്റ് നിൽക്കുവാൻ താല്പര്യമുള്ളവർ എഴുന്നേറ്റ് നിന്നാട്ട്, എഴുന്നേറ്റ് നിൽക്കുവാൻ പ്രയാസമുള്ളവർ താഴെ തന്നെ ഇരുന്നാട്ട്, അല്ലെങ്കിൽ കസറയിൽ തന്നെ ഇരുന്നാട്ട് നമുക്ക് അല്പനേരം ആത്മാവിൽ ആരാധിക്കാം. ആ സ്നേഹം നമ്മിൽ നിറഞ്ഞൊഴുകട്ടെ. നമ്മളെ തമ്മിൽ ബന്ധിക്കുന്നത് ആ സ്നേഹമാണ്. നമ്മുടെ പിതാവ് സ്നേഹം തന്നെയാണ്. നമ്മുടെ കുടുംബം സ്നേഹത്തിൽ വേരൂന്നപ്പെട്ടതാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ അടിസ്ഥാനവും സ്നേഹം മാത്രമാണ്. പരിശുദ്ധാത്മാവിനാൽ ആ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ വർദ്ധിക്കട്ടെ. നമ്മൾ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ഹല്ലേലൂയ, മറ്റുള്ളവരുടെ കുറവുകളെ മറന്ന്, മറ്റുള്ളവർ നമ്മളെ ആക്രമിച്ചത് മറന്ന്, മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിച്ചത് മറന്ന്, മറ്റുള്ളവർ നമുക്ക് എതിരായി പറഞ്ഞത് മറന്ന് ഹല്ലേലൂയ അവരെ സ്നേഹിക്കുക. കൈപ്പൽപ്പം പോലും നമ്മുടെ കുടുംബത്തിൻ്റേതല്ല. നമ്മുടെ കുടുംബം സ്നേഹം നിറഞ്ഞ കുടുംബമാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കാം. കുമാരകന്നരെ ശിബാരബോധനെ ശക്കരബ ഹിലവോ സക്കരരതിനെ ശ്യാബാരതെ. ഹല്ലേലൂയ. സ്നേഹത്തിൻ്റെ നദി ഒഴുകട്ടെ. ഹല്ലേലൂയ. സംഘടനാ വ്യത്യാസം കൂടാതെ
സഭാവ്യത്യാസം കൂടാതെ ഒരു ശരീരമായി ഭിന്നതകളെല്ലാം മറന്ന്, കക്ഷി വൈരാഗ്യങ്ങളെല്ലാം മറന്ന്, ഹല്ലേലൂയ, സഭാവ്യത്യാസങ്ങൾ മറന്ന് സ്നേഹത്താൽ ബന്ധിക്കപ്പെട്ടവരായി Hallelujah. 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 നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ദാസന്മാരിൽ ആരെങ്കിലും ഒരാൾ മുൻപോട്ട് വന്നിപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് യോഗം അവസാനിപ്പിക്കുന്നതായിരിക്കും. ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ പകൽ അങ്ങയുടെ പാദപീഠത്തിലായിരിക്കാൻ ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ സ്നേഹത്തെ ധ്യാനിപ്പാൻ ഞങ്ങൾക്കൊരവസരം കൂടെ അവിടെ നിന്ന് തന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങളുടെ പിതാവിനെ കർത്താവെ ഞങ്ങൾക്കൊന്ന് തിരിച്ചറിയുവാൻ ഒരവസരം തന്നതിനായി സ്തോത്രം. ആ പിതാവ് എത്ര ആഴത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്നുള്ളത് കർത്താവെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ഞങ്ങൾക്കറിയാം, പലപ്പോഴും ഈ പിതാവിനെ അറിയാതെ, ഈ പിതാവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാതെ ഞങ്ങൾ കർത്താവെ പലപ്പോഴും വിചാരപ്പെടുകയും ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ആശ്രയിക്കുകയും ലോകചിന്തയുള്ളവരായിട്ട് തീരുകയും ഞങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് കർത്താവെ ലോകത്തിൻ്റെ മാർഗങ്ങളിലൂടെയൊക്കെ കടന്നു പോവുകയും ഞങ്ങൾ കർത്താവെ പലപ്പോഴും ആകുലചിത്തരായി തീരുകയൊക്കെ ചെയ്തുവെന്ന് ഞങ്ങൾ കർത്താവെ ദൈവസന്നിധിയിൽ കർത്താവെ ഞങ്ങൾ സമ്മതിക്കുന്നു. ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആ പിതാവ് തന്നെയാണ് ഞങ്ങളുടെ പിതാവ്. ഞങ്ങൾ ആ കുടുംബത്തിൽ ജനിച്ചവരാണ് എന്നുള്ളത്, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തലവൻ ഈ വലിയവനായ പിതാവാകുന്നു എന്നുള്ളത് കർത്താവെ ഞങ്ങൾക്കൊരു വലിയ ഉറപ്പും കർത്താവ് ധൈര്യവും ഇന്ന് പകൽക്കാലം കർത്താവ് തരണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കണം. കർത്താവെ, ഞങ്ങൾ ഇനി ഒരിക്കലും അവിശ്വസ്തരായി പോകുവാൻ അവിടെ നിന്ന് അനുവദിക്കരുത്. കർത്താവെ, ഞങ്ങളുടെ പിതാവിന് അപമാനം വരുത്തുന്ന ഒരു ചിന്തയാകട്ടെ, പ്രവൃത്തിയാകട്ടെ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വരുവാനായിട്ട് ഒരു കാലത്തും ഇടയാകരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പച്ച, ഹല്ലേലൂയ. ഞങ്ങളെ തന്നെ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ ദാസനെ ടീമായിട്ട് പാലായിലേക്ക് അയച്ചതുകൊണ്ട്, ഈ കർത്താവെ ശ്രേഷ്ഠമേറിയ കർത്താവെ മർമ്മങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് ഞങ്ങൾ കർത്താവിന് നന്ദി പറയുന്നു. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന താവേ ഉന്നതത്തിലെ ചിന്തകളാൽ ഞങ്ങളെല്ലാവരും എപ്പോഴും നിറഞ്ഞിരിക്കുവാനായിട്ട് താവേ ഞങ്ങളുടെ ജീവിതം കൊണ്ട് പ്രവൃത്തി കൊണ്ടും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് അവിടുന്ന് ഞങ്ങളെ സഹായിക്കണം എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുവരെ നടന്ന യോഗങ്ങളെല്ലാം കർത്താവ് അനുഗ്രഹിച്ചല്ലോ. ഇത്രത്തോളം ദൈവജനം കടന്നു വന്ന് താവേ വചനങ്ങൾ ആലോചനകൾ കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നല്ലോ. തുറന്ന് അവശേഷിക്കുന്ന മീറ്റിങ്ങുകളെയും ഞങ്ങൾ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. താവേ, അനേക ദിവസങ്ങളിൽ ആത്മാവിനെ നിറവ് പ്രാപിച്ച് യേശുക്രിസ്തു മാത്രമാണ് സത്യദൈവമെന്ന് അറിഞ്ഞ് ഹല്ലേലൂയ ഞങ്ങൾ എല്ലാവരും തന്നെ ആ പിതാവിനെ ഗ്രഹിച്ച് മനസ്സിലാക്കി ഈ യോഗങ്ങൾ കഴിയുമ്പോൾ താവേ അതിനനുസരണമായ ഒരു ജീവിതം ഈ പാലായിലും അതിൻ്റെ പരിസരത്തുമായി ജീവിപ്പാൻ അങ്ങനെ ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ആ പന്നിയെ കർത്താവേ ക്രൂശിക്കുവാൻ നീ ഞങ്ങൾക്ക് ബലവും ശക്തിയും അധികമായി പകർന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ നാൾതോറും പുതുക്കം പ്രാപിക്കുവാൻ താവേ അത് ബലപ്പെട്ടുകൊണ്ടിരിപ്പാൻ കർത്താവ് സഹായിക്കണമേ. ഞങ്ങളുടെ ദാസനെ പിന്നെയും ബലപ്പെടുത്തണമേ. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ സകല ബുദ്ധിങ്ങ ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിൽ കാക്കുമാറാകട്ടെ. നമുക്ക് കർത്താവിനെ നിന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം.